ഹാർബറിൽ ഞാൻ ജോലിക്ക് ചെയ്യുന്നതായിരുന്നു. ജോലിയൊന്നും ഇല്ലാതെ ആയപ്പോൾ ചെവി കേൾക്കാൻ വയ്യാതെ അപ്പോൾ അവിടെ എച്ചിൻ്റെ ടോളിൽ അത് പത്രം ടി വിക്കാരൊക്കെ അന്ന് ആഘോഷിച്ചായിരുന്നു. ഇങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന സർവകലാ പ്രതിഭ ഒരുപാട് അനുഗ്രഹീത ശിഷ്യന്മാരുള്ള ഒരാൾ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ഐസ് കെട്ടൊക്കെ നടുവിലെന്ന് പറഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞ് എല്ലാവരും തിരുത്ത് തരും. അപ്പോൾ അതടിച്ച് വണ്ടിയിൽ ചുറ്റുമല്ല ഈ സ്ഥലത്ത് വന്ന് ഇറങ്ങുമ്പോൾ ഈ ഇതൊക്കെ കാണുമ്പോൾ ചിലർ ചെറിയ ഉറക്കമൊക്കെ പോയി രണ്ടെണ്ണം. അപ്പോൾ അന്നത്തെ കാലത്തുണ്ട് സംഭവങ്ങൾ. അപ്പോൾ അടിച്ചിട്ട് നടക്കുമ്പോൾ അങ്ങനെ എല്ലാവരും ആ പാട്ട് പറഞ്ഞ പോലെ തിരികെ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കാൻ ഗ്രാമം കുതിക്കാറുണ്ട്. കള്ളുപിടിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു അമ്മ വന്ന് എൻ്റെ ചെവിക്കുറ്റിക്ക് ഒരെണ്ണം തന്നിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ നടക്കരുത്, എൻ്റെ പാല എൻ്റെ ചോര എന്നിട്ട് ദേഹത്തോട് ഒഴിക്കും. വലിയൊരു നടൻ്റെ അനിയൻ ഒരിക്കലും വന്ന് ചോദിച്ചു, വെള്ളമടി ഉണ്ടായിരുന്നു പണ്ട്. ആ ലഹരിക്കടയിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിന്നെ എന്താണ് ഇങ്ങനെ ഉണ്ടാക്കിയത്, ഉണ്ടയാക്കി. അപ്പം ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ദൈവം നിന്നെപ്പോലെ ഉണ്ടാക്കാഞ്ഞത്. ഇങ്ങനെ ദൈവം ഉണ്ട പോലെ ഭൂമി ഉണ്ടാക്കി, ഉണ്ടയിലെല്ലാം ഉണ്ടാ അന്നൊരു തിയറി ഞാനത് വിളിച്ചു. സ്നേഹമുള്ള പിള്ളേർ മരത്തിൽ അടിച്ചിട്ട് രാവിലെ വന്നു, മാമന് നാട്ടിൽ നിന്നെങ്കിലും പോകേണ്ട കാര്യമില്ല, മാമന് ഞങ്ങളുണ്ടോ വിഷമിക്കുന്നുണ്ട്. ഉമ്മയൊക്കെ തരുമ്പോൾ ഞാൻ പതുക്കെ അടിച്ചിട്ടായി വരുന്നത്. അവന്മാരല്ല, ഞാനില്ല. ഇപ്പം അടിക്കാൻ നിൽക്കുമ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ പറയും, മനസ്സിൽ പറയും, ഒന്നും പറയത്തില്ല, നമ്മുടെ പിള്ളേരല്ലേ. ഇപ്പം മനസ്സിൽ പറയും, പന്ന നീർക്കോലി പൊളവാ എന്തുവാടാ ഈ മൂർഖൻ്റെ അടുത്താണോടാ കളിക്കുന്നത്. എടാ രാജവെമ്പാലയായിരുന്നത്. എൻ്റെ അടുത്ത് നീ എൻ്റെ പല്ലൊക്കെ എടുത്ത് അച്ചാറ് കുപ്പി എല്ലാം വെച്ച് പ്രതിജ്ഞ ചെയ്ത് ഇനി കുടിക്കത്തില്ലെന്ന്. എറണാകുളത്ത് പ്രോഗ്രാം ചെല്ലുമ്പോൾ മറ്റേ നാഷണൽ യൂണിവേഴ്സിറ്റി പ്രൈസ് കിട്ടുമ്പോൾ ദിലീപൊക്കെ വന്നൊക്കെ സൗഹൃദം വെച്ച് നമ്മുടെ അഡ്രസ്സൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് വാങ്ങി വളരെ സ്നേഹത്തില്ല. പ്രേമം തോന്നിയിട്ടുണ്ടോ? പ്രേമമല്ല ഉള്ള ആരാധൻ പ്രേമത്തോടെ പ്രണയഗാനങ്ങളൊക്കെ പ്രണയമുണ്ട്. ഫാത്തിമ കോളേജിലാണ് പഠിച്ചത്. ഡിഗ്രി പ്രീ ഡിഗ്രിയും ഡിഗ്രി ഫാത്തിമയിൽ പ്രണയം ഉണ്ടായിരുന്നോ? പ്രണയൊക്കെ ആർക്കാ വരാത്തത്? ചക്കരക്കടത്തിൽ കൈയിട്ടാൽ നിൽക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമസ്കാരം. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മിമിക്രിയിൽ തുടർച്ചയായി 7 വർഷം ഒന്നാം സമ്മാനം നേടിയ കലാകാരനാണ് ശ്രീ ജോസഫ് വിൽസൺ. വേദികളിൽ നിന്നും വേദികളിലേക്ക് നിറഞ്ഞാടിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. നമസ്കാരം. യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ തിളങ്ങി നിന്ന താരമാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? വേദികളിൽ നിന്നങ്ങ് പിൻവലിഞ്ഞു. എന്താ സംഭവിച്ചത്? ഞാൻ പിൻവലിഞ്ഞില്ല. ഈ പ്രളയത്തിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഉൾവലിയില്ലയോ. അപ്പോൾ പിന്നെ നമ്മൾ മാത്രമല്ലല്ലോ ഈ ലോകത്ത്. എനിക്ക് ശേഷം മഹാപ്രളയമാണെന്ന് നമ്മൾ കരുതുന്നില്ലല്ലോ. സർവകലാശാല യുവജനോത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വേറെ ലോകമാണ്. അതൊരു ജഡ്ജസിൻ്റെയും ജനങ്ങളുടെയും ഒരേപോലെ അംഗീകാരങ്ങൾ കിട്ടിയിട്ട് വരുമ്പോൾ നമുക്ക് ഈ പിൻവാങ്ങലുകൾക്ക്, അതായത് പിൻപണികൾക്ക്, പിൻവാതിൽ പ്രവേശനങ്ങളോട് ഒരിക്കലും അങ്ങനെ പോയിട്ടില്ല. സുഹൃത്തുക്കളാണെന്നുള്ള രീതിയിൽ ഞാൻ കഴിവുള്ളവരെ ബഹുമാനിക്ക്, മനസ്സുകൊണ്ട് അവരെ പാദത്തെ അവർക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ബഹുമാനിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അവരെ കാര്യം കാണാൻ വേണ്ടി ചെന്ന് പാദം തൊഴാനും അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടില്ല. ഉദാഹരണം, ഈ എൻ്റെ കൂടെ ജോസഫ് വിൽസൺ സംഘം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉറ്റമിത്രങ്ങൾ സംവിധായകരുണ്ട്, തിളങ്ങുന്ന താരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ് ഇങ്ങനെ ചെയ്യടാ എന്ന് പറയുന്നവർ, അവർക്കൊക്കെ ഒരുപക്ഷെ അവർക്ക് രക്ഷപ്പെടുമ്പോൾ ഇങ്ങനെ ഒരാളുണ്ടായില്ല, അയാളിപ്പോൾ എവിടെയാണ്. പക്ഷേ നമ്മുടെ കൂടെ ഒരു അവസരം നമ്മളെത്ര കൂടെ കൊണ്ട് നടന്നതാണ്, സഹോദരങ്ങളെപ്പോലെ മക്കളെപ്പോലെ എന്നൊക്കെ ഓർക്കുമെങ്കിൽ അവർക്ക് എനിക്കൊരു വേഷം തരാമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ എന്നെക്കുറിച്ചൊരു വലിയ സംവിധായകൻ ഓർത്തു എന്ന് എനിക്ക് തോന്നി. അത് കാരണം ഇപ്പോൾ ഒരു സീരിയലിലെ ഇത് കിട്ടുന്നു. പിന്നെ അനിൽ വി നാഗേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാതിരിക്കാൻ പറ്റത്തില്ല. വസന്തത്തിൻ്റെ കനലവടികളെന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹമായിട്ട് ഞാൻ വലിയ സൗഹൃദങ്ങളൊന്നുമില്ല, പക്ഷെ എന്നെ കാണുമ്പോൾ ഉള്ള ചിരി സന്തോഷമാണ്. അദ്ദേഹം എനിക്ക് സിനിമയിൽ ഒരവസരം തന്നു. അത് കാബൂളിവാല എന്ന് പറഞ്ഞ സിനിമയിൽ നിക്കറൊക്കെ ഇട്ട് നടക്കുന്ന കാബൂളിവാല ആ ഒരു തെരുവിലെ എനിക്ക് ചെയ്യാനുള്ള അവസരം വന്നു. കലാകാരനെ സംബന്ധിച്ചുള്ള ഏത് വേഷവും ചെയ്യണം, അത് സത്യമാണെങ്കിലും അന്നെനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ അനിൽ സാർ വന്ന് പറഞ്ഞു ഇങ്ങനൊരു വേഷമാണ് നിക്കറൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ, അപ്പോൾ അത് ട്വിസ്റ്റ് പറഞ്ഞു, ആ കഥകളുടെ ട്വിസ്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം. കൃഷ്ണപിള്ളയുടെ പാർട്ടിയിലെ ഏറ്റവും, അപ്പോൾ നമുക്കൊരു അർത്ഥം ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുമ്പോൾ. ഞാൻ രൂപത്തിൽ വലിയ സുന്ദരനാണെന്നോ അല്ല
ഹാൻഡ്സം ആണെന്നോ പാട്രിയേറ്റ് ആണെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. ഞാനൊരു നീളം കുറഞ്ഞ മനുഷ്യൻ. വലിയൊരു നീളമുള്ള നടൻ്റെ ഇന്ന് ലോകത്ത് കേരളത്തിലും ഇന്ത്യയിലും പ്രശസ്തമായ വലിയൊരു നടൻ്റെ അനിയൻ ഒരിക്കലും വന്ന് ചോദിച്ചു, വെള്ളമടി ഉണ്ടായിരുന്നു പണ്ട്. ആ ലഹരിക്കിടയിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിന്നെ എന്താണ് ഇങ്ങനെ ഉണ്ടാക്കിയത്, ഉണ്ടയാക്കി. അപ്പം ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ദൈവം നിന്നെപ്പോലെ ഉണ്ടാക്കാഞ്ഞത്. ഇങ്ങനെ ദൈവം ഉണ്ട പോലെ ഭൂമി ഉണ്ടാക്കി, ഉണ്ടയിലെല്ലാം ഉണ്ടാം അന്നൊരു തിയറി ഞാനത് വിളിച്ചു. ബോഡി ഷെയിമാണ് ഇന്ന് കേസ് കൊടുക്കാൻ വേണമെങ്കിൽ, അന്ന് അങ്ങനെയൊന്നും ഇല്ല. അതേപോലെ വലിയ വലിയ സുന്ദരികളൊക്കെ നമുക്ക് പ്രണയം തോന്നാറ് അങ്ങനെ പറഞ്ഞില്ലേ. അപ്പം ചിലർ നമ്മുടെ ബോഡി ഷെയിം. പ്രേമം തോന്നിയിട്ടുണ്ടോ? പ്രേമമല്ല ഉള്ള ആരാധൻ പ്രേമത്തോടെ പ്രണയഗാനങ്ങളൊക്കെ പ്രണയമുണ്ട്. ഫാത്തിമ കോളേജിലാണ് പഠിച്ചത്. ഡിഗ്രി, പ്രീ ഡിഗ്രിയും ഡിഗ്രിയും. ഫാത്തിമയിൽ പ്രണയം ഉണ്ടായിരുന്നോ? പ്രണയമൊക്കെ ആർക്കാ വരാത്തത്? ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നിൽക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രണയമുണ്ട്. അപ്പോൾ അത് ചിലർ സൗന്ദര്യം നോക്കി, ചിലർ കുതിരപ്പുറത്ത് വരുന്നവരെ ഇഷ്ടമാണ്, ചിലർക്ക് ശോക ഗായകന്മാരെ ഇഷ്ടമാണ്. ഓരോരുത്തർക്കൊരു മനോഭാവന. അതല്ല, ഈ കലാകാരന്മാരോട് എപ്പോഴും ഒരു ഇഷ്ടം കൂടുതലാണ്. ഇന്നത്തെ വലിയ താരങ്ങളെന്ന് പറയപ്പെടുന്ന എൻ്റെ കൂടെ ഈ വലിയ താരങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ അച്ചായൻ്റെ ട്രൂപ്പിലാണ്. അതെ അതെ അല്ലേ? കുറേ പേര് എല്ലാവരും. പിന്നീട് അവരങ്ങോട്ട് അവരുടേതായ വഴികൾ വെട്ടിത്തെളിച്ച് പോയി. ജോസഫ് വിൽസൺ പിന്നീട് എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് വരാതിരുന്നത്? സിനിമയിൽ പറഞ്ഞില്ലേ, എനിക്കൊരു നല്ല, ഞാനീ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മുടെ മനസ്സ്, എൻ്റെ മനസ്സ് ഒരു അങ്ങനെ ഒരു ഇതല്ല. എനിക്ക് ഞാൻ മുഖം കൊണ്ടാണ് പിന്നെ ബോഡി വേണം, ബോഡി ഫിഗർ, അതായത് ബോഡി ലാംഗ്വേജ് ഒരു പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ അടിമത്വം എന്നുള്ള ചിലതൊക്കെ വരാറുണ്ട്, പിന്നെ ആക്ഷേപങ്ങൾ വരാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യണം. എനിക്ക് പറ്റിയൊരു കഥാപാത്രം സക്കേബൂസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് ബൈബിളിൽ, യേശുവിനെ കാണാൻ മരത്തെ കയറിയത്. അതേപോലെ എൻ്റെ രൂപത്തിനനുസരിച്ച് വരുന്ന ഒരു കഥാപാത്രം ഇപ്പോൾ ലാൽ ജോസ് എൻ്റെ നല്ല മിത്രമാണ്. ദിലീപൊക്കെ സിനിമയിലാകുന്നതിന് മുമ്പ് ഒക്കെ ഞാനുണ്ട്. അപ്പോൾ എറണാകുളത്ത് പ്രോഗ്രാം ചെല്ലുമ്പോൾ മറ്റേ നാഷണൽ യൂണിവേഴ്സിറ്റി പ്രൈസ് കിട്ടുമ്പോൾ ദിലീപൊക്കെ വന്നൊക്കെ സൗഹൃദം വെച്ച് നമ്മുടെ അഡ്രസ്സൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് വാങ്ങി വളരെ സ്നേഹത്തിൽ. അപ്പോൾ അങ്ങനെ മൊബൈൽ ഫോണൊന്നും ഇല്ലാതിരുന്ന കാലം. അന്ന് മൊബൈലില്ല. അത് ഞാൻ പറഞ്ഞത് നമ്മുടെ കാലഘട്ടത്തിൽ ദൂരദർശൻ മാത്രമേ ഉള്ളൂ. ദൂരദർശൻ എന്ന് പറഞ്ഞാൽ ആകെ 1 മണിക്കൂർ നമുക്ക് കൊടുക്കുന്ന മലയാളം പരിപാടി. അതിനകത്ത് യുവദർശനത്തിൽ സ്ഥിരം വരുമായിരുന്നു അന്നത്തെ കാലത്ത്. ആനന്ദവർമ്മ സാറ് ഇപ്പോൾ ആൾ ഇന്ത്യ റേഡിയോയിൽ ശ്രീകണ്ഠൻ നായർ, ഇന്നത്തെ എല്ലാ ബഹുമത അതായത് ഉജ്ജ്വല പ്രതിഭയായ ശ്രീകണ്ഠൻ നായർ സാറ്, അദ്ദേഹമൊക്കെ വളരെ നമ്മൾ ഈ മനുഷ്യന് കുറവുള്ളവർക്കും കൂടുതലും കുറവുണ്ട്, പക്ഷേ മഹത്വം നിറഞ്ഞ പ്രകാശം അത് അദ്ദേഹം തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റുന്ന ആ മനുഷ്യൻ ആകാശവാണിയിൽ മിക്കവാറും യുവാണിയിൽ ഇനി മൊത്തം അരമണിക്കൂറൊക്കെ ഉള്ള 20 മിനിറ്റൊക്കെ ഉള്ള യുവാണിയിൽ പ്രോഗ്രാം എനിക്കാണ് തരുന്നത്. ഇപ്പം ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്കൊരു അവസരം ചോദിച്ചാൽ തരും. പക്ഷേ എനിക്കങ്ങനല്ല എൻ്റെ മനസ്സൊരു നല്ലൊരു ഇതൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ പുതിയ തലമുറയുടെ നല്ല മക്കളോ അല്ല അനിയന്മാരൊക്കെ വന്ന് സൂപ്പർ കോമഡി കളിക്കുന്നത്. കോമഡിയുണ്ട്, മട്ടിയുണ്ട്. അത് അവിഞ്ഞ എന്നും ഉണ്ടല്ലോ. ഇപ്പം നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഹാർബറിൽ ഞാൻ ജോലിക്ക് ചെയ്യുന്നതായിരുന്നു. ജോലിയൊന്നും ഇല്ലാതെ ആയപ്പോൾ ചെവി കേൾക്കാൻ വയ്യാതെ അപ്പോൾ അവിടെ ഐസിൻ്റെ ടോളിൽ അത് പത്രം ടി വിക്കാരൊക്കെ അന്ന് ആഘോഷിച്ചായിരുന്നു. ഇങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന സർവകലാ പ്രതിഭ ഒരുപാട് അനുഗ്രഹീത ശിഷ്യന്മാരുള്ള ഒരാൾ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ഐസ് കെട്ടൊക്കെ നടുവിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് എല്ലാ പത്രങ്ങളും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്, എന്നെ അറിയാവുന്നവരെല്ലാം വന്നു, ജോസഫ് വിൽസൺ എന്താ, ഞാൻ പറഞ്ഞു ജീവിക്കണ്ടേ, നമ്മൾ ചില സാഹചര്യങ്ങളിൽ ആകപ്പെടും. അപ്പോൾ എനിക്ക് കേൾവി ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു. അപ്പോൾ ഈ രാത്രികാല പ്രോഗ്രാമുകളും അതെ ശബ്ദാനുകരണവും കേൾവിയെ ബാധിച്ചല്ലേ? അങ്ങനെയാണോ? ഇന്നത്തെ കുട്ടികൾ ഭാഗ്യമുള്ളവരാണ്. കാരണം ഇന്നത്തെ സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഹലോ എന്ന് ഹലോ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഹലോ ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ മ്യൂസിക് കേൾക്കാൻ പറ്റുമല്ലോ. ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ സിസ്റ്റത്തിൽ നമ്മളങ്ങോട്ട് ചെറുതായിട്ടൊന്ന് തുമ്മുന്നത് പോലും 100 കോടി പവറിലാണ് അത് വരുന്നത്. അന്ന് അങ്ങനെ ഇല്ല. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനൊക്കെ PWDയുടെ ബോക്സാണ് വയ്ക്കണേ, മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് നമ്മൾ ഹലോ എന്ന് വെച്ചാൽ വേഗത്തുള്ളൂ. അതിനകത്ത് ഹലോ ടെസ്റ്റിംഗ് ഹലോ എന്ന് വെച്ചാൽ ഇവിടെ പോന്നളയാ എന്ന് ചോദിക്കത്തുള്ളൂ. ഞാൻ പരിഹസിച്ചവരല്ല, അന്നത്തെ കാലഘട്ടം. ഇപ്പോൾ റൈറ്റ് സഹോദരന്മാർ
വിമാനം കണ്ടുപിടിച്ചു. ഇന്ന് നമ്മൾ ചന്ദ്രനിലും സൂര്യനിൽ പോയി താമസിക്കാനുള്ള ഏർപ്പാടുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. സൂര്യനിൽ പോയി താമസിക്കാൻ നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുക, തലമുറകൾ. അപ്പോൾ നമ്മുടെ റൈറ്റ് സഹോദരന്മാരെ ബഹുമാനിക്കണം. ആ ബഹുമാനം ഇന്നത്തെ തലമുറയ്ക്ക് വളരെയധികം കുറഞ്ഞു വരുന്നു. തിരിച്ചറിവുകൾ കുറഞ്ഞു വരുന്നു. ശാസ്ത്രത്തിൻ്റെ മേൽഗോപുരങ്ങളിൽ നിന്ന് ഇരുന്നു കൊണ്ട്, ശാസ്ത്രാഹങ്കാരങ്ങളുടെ മേൽഗോപുരങ്ങളിൽ നിന്നുകൊണ്ട് ഈശ്വരനെതിരെ ആ ശാസ്ത്രത്തിൻ്റെ അഹങ്കാര അമ്പുകൾ എഴുതുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫലം അവിടുന്ന് തിരിച്ചു കിട്ടുന്നത് ആ ബൈബിൾ കഥ അറിയാമല്ലോ. ഞാൻ അന്ധവിശ്വാസിയോ അമിത വിശ്വാസിയോ ഒന്നുമല്ല. ലൂയി പാസ്റ്റർ ട്രെയിനകത്തിരുന്ന് ജപമാല ചൊല്ലിയപ്പോൾ അതിനെ പരിഹസിച്ച് അദ്ദേഹത്തിൻ്റെ അക്കാഡമി പഠിക്കുന്ന ഒരാളുടെ കഥ കേട്ട് വളർന്ന ഒരാളാണ്. അന്ധവിശ്വാസമില്ല, എന്നാൽ ശരിയായ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാളാണ്. പക്ഷേ ഇത് പള്ളിയിൽ പോയിട്ട് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് 14 വയസ്സ് മുതൽ കേരളത്തിൽ ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല. 15 വയസ്സ് മുതൽ പോട്ട് 20 അമ്പലങ്ങളാണ് ചോറ് തന്നത്. ശരിക്കും നാട്ടുകാരെ ചോറാണ് ഇത് കൂടുതൽ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു കഥയുണ്ട്. അതായത് എൻ്റെ പപ്പായ്ക്ക് അഷ്ടമുടിക്കാലിൻ്റെ കരയ്ക്ക് കയർ കച്ചവടമുണ്ട്, കയർ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ കയർ അന്നത്തെ പ്രതാപകാലങ്ങളിലുള്ള കയറും കച്ചവടമൊക്കെ നല്ല ഇതാണ്. അപ്പോൾ നാട്ടിലുള്ള എല്ലാ സമൂഹത്തിലുള്ള സഹോദരിമാർ അമ്മമാർ അവിടെ ജോലിക്ക് വരും. അപ്പം എൻ്റെ അമ്മ ഒരു ദിവസം രക്തം ഛർദ്ദിച്ച് ഏതോ ആശുപത്രിയിലായപ്പോൾ 1.5 മാസത്തോളം എനിക്ക് അവിടെ ജോലിക്ക് വരുന്ന പാവപ്പെട്ട എൻ്റെ എല്ലാ അമ്മമാരെയും പാലാണ് കുടിച്ച് വളർന്നത്. അതിനകത്ത് കറുപ്പും വെളുപ്പും ജാതിയും മതവും സമുദായവും ഒന്നുമില്ല. ആ അമ്മമാർ ഇപ്പോഴും എന്നെ കാണുമ്പോൾ എൻ്റെ കാശിന് തന്നേക്കണേ, എൻ്റെ മോനെ, ഞങ്ങളുടെ മുതലാളിയുടെ മോനെ, എൻ്റെ കണക്കം കഴിച്ചതിൻ്റെ മോനെ ആ കാശിന് തന്നേക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കള്ളു കുടിക്കുന്ന സമയത്ത്, കള്ളു കുടിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു അമ്മ വന്ന് എൻ്റെ ചെവിക്കുറ്റിക്ക് ഒരെണ്ണം തന്നിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ നടക്കരുത്, എൻ്റെ പാല, എൻ്റെ ചോര നിൻ്റെ ദേഹത്തോട് ഒഴുകുന്നു എന്ന് പറയാം. അപ്പോൾ ആ ഫീലിങ് ഞാൻ പറയില്ലേ, അത്ര ആത്മബന്ധമാണ് അവരുമായിട്ട്. അത്രയും സ്നേഹമാണ് എൻ്റെ നാട്. ഇവിടെ ജാതി മതമൊന്നുമില്ല. ഇവിടെ വന്ന് മാർക്കോസ് പാടി. ഇപ്പം ഞാൻ അവിടെ ഉണ്ട്. നമ്മുടെ മാർക്കോസ് വന്ന് പാടിയപ്പോൾ മറ്റേ ഇസ്രായേലിൻ നാഥനായി വാഴുമേഘ ദൈവം, ആ പാട്ട് പാടാൻ ഇവിടുത്തെ ജനങ്ങൾ പാടിച്ചേ. പല സ്ഥലങ്ങളിലും ആ പാടിക്കഴിഞ്ഞു. എൻ്റെ നാടങ്ങനാണ് മതസഭ, ആ വിത്താണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആരെയും പോയി തൊഴാനും ഒന്ന് പറയും 2 പറഞ്ഞ് നീ പോ മോനെ ദിനേശ എന്ന് പറയും. ഈ മരം ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, ഇവിടെ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ശ്രീ മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ അന്ന് ഇവിടെ ഷൂട്ട് എടുക്കുക, കൊല്ലം റമീസ് മൂവീസ് അങ്ങനെ എടുത്തിട്ട് ഒരുപാട്. ഞാനന്ന് ഡിഗ്രിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഈ പ്ലാവിൻ്റെ ചുവട്ടിലിരുന്ന് അഭിനയിക്കുന്നതും അവിടെ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അഭിനയിക്കുന്നതും പിന്നെ കോലങ്ങൾ സിനിമയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ പിന്നെ അദ്ദേഹം വളർന്ന് വലുതായി. അപ്പം ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ ഇതുപോലുള്ള സ്ഥലങ്ങൾ. ഇത് ആസ്വദിച്ചിട്ട് പിന്നെ ഒരു കൊടൈക്കനാലിലും നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മുടെ തിരിച്ചറിവുകളാണ് ഞാൻ പറഞ്ഞത്. തിരിച്ചറിവുകൾ ഇല്ലാത്ത ഒരു തലമുറ നമ്മളെ ആക്രമിക്കുന്നുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്ന ചൊല്ലുകളുടെ അർത്ഥം അവർക്ക് സമയമില്ല. ഒന്നുകിൽ മൊബൈൽ, അല്ലെങ്കിൽ പാഞ്ഞു പോകുന്ന ഫ്രീക്കൺ ബൈക്കുകൾ. എത്ര മരണങ്ങളാണ് നടക്കുന്നത്. ഞാൻ മിമിക്രി ചെയ്യുമ്പം ചുരുങ്ങിയ പരിമിതികളുണ്ട് മിമിക്രിക്ക് ചെയ്യാൻ. മിമിക്രിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ശബ്ദങ്ങളും കൊണ്ടും ഭാവങ്ങളും കൊണ്ടും ചെയ്യാൻ. പക്ഷേ അത് പരിമിതികൾക്കപ്പുറം ചെയ്യാൻ പറ്റും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ മിമിക്രിയിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഒന്ന് അതിൽ മോർഫിംഗ് ആയിരുന്നു. സിനിമയിലൊക്കെ മോർഫിംഗ് വരുന്നതിന് മുമ്പ് തന്നെ വേദിയിൽ മോർഫിംഗ് എന്ന രൂപം അവതരിപ്പിച്ച ആളാണ് ജോസഫ് വിൽസൺ. അപ്പോൾ എല്ലാം പക്ഷേ എല്ലാം ഇന്ന് ഫ്യൂഷനിൽ മാറ്റും. ഫ്യൂഷനിലും ഫാഷനിലും പെട്ട് എല്ലാ ഷണറികളും ഈ ഫാഷൻ പറഞ്ഞപ്പോൾ എല്ലാ ഷണറികളും വെറും ഷണറികളായി മാറിക്കൊണ്ടിരിക്കുക. അതല്ല, ഈ ഫാഷൻ പറഞ്ഞുകൊണ്ട് പറയുക, ജോസഫ് വിൽസനെ പോലുള്ള കലാകാരൻ കൗണ്ടർ കോമഡിയുടെ ഉസ്താദാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് ഇൻപുട്ട് ഉണ്ടെങ്കിലല്ലേ ഔട്ട്പുട്ട് അപ്പോൾ അതേപോലെ എനിക്ക് കേൾക്കുറവുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറി നിൽക്കാൻ കാരണം ഇപ്പോൾ ഞാൻ വെള്ളമടിച്ച് നടക്കുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ ഞാൻ നല്ല പൂക്കുറ്റി ആൾക്കാരെല്ലാം വന്ന് സങ്കടപ്പെടും. മദ്യപാനിച്ചു. എനിക്കങ്ങനെ രഹസ്യങ്ങളില്ല. ഒരു നേരം വെളുക്കുന്നേരം പ്രോഗ്രാം കഴിഞ്ഞ് ചിലപ്പോൾ അവർ പരിപാടി കഴിഞ്ഞ് എല്ലാവരും തിരുത്ത് തരും. അപ്പോൾ അതടിച്ച് വണ്ടിയിൽ ചുറ്റുമല്ല ഈ സ്ഥലത്ത് വന്ന് ഇറങ്ങുമ്പോൾ ഈ ഇതൊക്കെ കാണുമ്പോൾ ചില ഒരു ചെറിയ ഉറക്കമൊക്കെ പോയി 2 എണ്ണോ. അപ്പോൾ അന്നത്തെ കാലത്തുണ്ട് സംഭവങ്ങൾ. അപ്പോൾ അടിച്ചിട്ട് നടക്കുമ്പോൾ അങ്ങനെ എല്ലാവരും ആ പാട്ട് പറഞ്ഞ പോലെ തിരികെ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കാൻ ഗ്രാമം കൊതിക്കാറുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, അത് എങ്ങനെ എൻ്റെ നാട്ടുകാർ ഈ പാട്ട് എന്നെക്കുറിച്ച് പാടുന്നതായിട്ട് ഞങ്ങൾക്ക് സങ്കല്പിച്ചിട്ടുണ്ട്.
കാരണം ഇന്നറിയപ്പെടുന്ന ദേശീയ താരങ്ങളടക്കം ദേശീയ തലത്തിൽ സുരാജും സലിം കുമാറും ഒക്കെ ദേശീയ നടന്മാരാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, യൂണിവേഴ്സിറ്റിയിൽ അഹങ്കാരം പറയാനല്ല, പക്ഷേ അത് അഹങ്കാരം എന്ന് പറയാൻ പാടില്ല. അത്രയും മയക്കുന്ന ഒരാൾക്ക് പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ രൂപം എൻ്റെ പരിമിതികൾക്കുള്ളിൽ ഞാനായിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഈ മദ്യപിച്ചിട്ട് ഞാൻ ഇന്നും മദ്യപാനം നിർത്തി 25 വർഷമായി. ഞാൻ ഇവിടുന്ന് മാവേലിക്കര പോയി താമസിക്കാൻ, കല്ലടയിൽ നിന്ന് ഒരു 45 കിലോമീറ്റർ. ഈ മദ്യപാനത്തിൻ്റെ ശല്യവും കൂട്ടുകാരും എവിടെ ചെന്നാലും ഒളിയോ ജോസഫ് വിൽസാ വാ. ചില മൂത്ത അണ്ണന്മാരുണ്ട്, അവന്മാരെ ചില സ്കൂളിൽ നഴ്സറിയിൽ പിള്ളേരെ കൊണ്ടുവാക്കുന്ന രാവിലെ കരഞ്ഞ് എന്ന് പറഞ്ഞ പിള്ളേരെ നഴ്സറി കൊണ്ടാക്കുന്ന പോലെ എന്നെ ഷാപ്പിൽ കൊണ്ടുപോയിട്ടുണ്ട്, ക്രാഫ്റ്റ് ഷാപ്പിൽ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൺക്ലൂഷൻ അങ്ങനെ കുടിച്ച് നിന്ന ഒരാടുത്ത് നിന്ന് മദ്യപിക്കാതെ മാന്യമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ചില സ്നേഹമുള്ള പിള്ളേർ തരുമ്പോൾ അടിച്ചിട്ട് രാവിലെ വന്നു, മാമന് നാട്ടിൽ നിന്നെങ്കിലും പോകേണ്ട കാര്യമില്ല, മാമന് ഞങ്ങളുണ്ടോ വിഷമിക്കുന്നുണ്ട് ഉമ്മയൊക്കെ തരുമ്പോൾ ഞാൻ പതുക്കെ അടിച്ചിട്ടായി വരുന്നത്. അവന്മാരല്ല, ഞാനില്ല. ഇപ്പം അടിക്കാൻ നിൽക്കുമ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ പറയും, മനസ്സിൽ പറയും, ഒന്നും പറയത്തില്ല, നമ്മുടെ പിള്ളേരല്ലേ. ഇപ്പം മനസ്സിൽ പറയും, പന്ന നീർക്കോലി പൊളവാ എന്തുവാടാ ഈ മുൻമൂർക്കൻ്റെ അടുത്താണോടാ കളിക്കുന്നത്. എടാ രാജവെമ്പാലായിരുന്നത്. എൻ്റെ അടുത്ത് നീ പിന്നെ പല്ലൊക്കെ എടുത്ത് അച്ചാറ് കുപ്പി എല്ലാം വെച്ച് പ്രതിജ്ഞ ചെയ്ത് ഇനി കുടിക്കത്തില്ലെന്ന്. എന്നിട്ടും കുടിച്ച് എൻ്റെ പപ്പയുടെ കയ്യിൽ ഞാൻ മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു ഇനി മദ്യപിക്കില്ല എന്ന്. എന്നിട്ട് തിരുവനന്തപുരത്തേക്ക് പ്രോഗ്രാമിന് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പ മരിച്ചു. 1.5 മണിക്കൂർ ഞാൻ പോയി, ഒരു 1.5 മണിക്കൂറിനും അപ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചു. പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക്, പള്ളിയിലെ കണക്കനായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ആ ഒരു നൊമ്പരം, ആ വേദന, ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ അപ്പ മരിച്ചു കിടക്കുന്ന കണ്ടപ്പോൾ പിന്നെ ഒരിക്കലും മദ്യപിക്കില്ല എന്ന് ഞാൻ മാറുകയായിരുന്നു. അത് നമുക്ക് പ്രകൃതി, ഈശ്വരൻ വരുത്തുന്ന മാറ്റങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ലഹരി മോചന കേന്ദ്രത്തിൽ കൊണ്ടിട്ടോ മദ്യപിക്കാതിരിക്കാൻ. അത്രയ്ക്ക് ഭയങ്കര പറഞ്ഞില്ലേ, മരിക്കാറായി. അപ്പോൾ അത്രയും മദ്യപാനം ഫുൾ ടൈം എല്ലാ ദിവസവും അടിച്ചു. അതൊക്കെ ഒരുപാട് കഥകളുണ്ട്, അതൊന്നും പറയാൻ പാടില്ല. അപ്പോൾ മോചന കേന്ദ്രത്തിൽ ചികിത്സിക്കാൻ വന്ന എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവന്മാർക്ക് പോലും സങ്കടപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായോ? അങ്ങനെ അപ്പോൾ എന്നെ ലഹരിമോചന കേന്ദ്രത്തിൽ ചികിത്സിക്കാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വീട്ടുകാർ, എൻ്റെ സഹോദരങ്ങളെല്ലാം കൂടി ഉണ്ടാക്കി എന്നെ അവിടെ കൊണ്ട് ഞാൻ അറിയാതെ അവിടെ കള്ളകുടി ടീമിനെ രൂപീകരിച്ചു ലഹരിമോചന കേന്ദ്രത്തിൽ കൊണ്ട് കിടത്തി. അത് തന്നെ ചികിത്സിക്കാൻ വന്ന ഡോക്ടറും കൗൺസിലേഴ്സും, ദൈവമേ ഇത് നമ്മുടെ ജോസഫ് വിൽസനല്ലേ, അവരൊക്കെ ആയിട്ട് വല്ലപ്പോഴൊക്കെ സൗഹൃദം. അവരടിക്കുമെന്ന് എനിക്കറിയില്ല, കമ്പനിയിൽ ഇരുന്നിട്ടുണ്ട്. അവരൊക്കെ സ്ഥലങ്ങളിൽ പരിപാടിക്ക് ചെല്ലുമ്പോൾ വിളിച്ചുകൊണ്ട് പോയി. കോളേജ് പഠിക്കുമ്പോൾ അവരെ നാട്ടിൽ പരിപാടിക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ രൂപ അവിടെ ചെല്ലുമ്പോൾ സൽക്കാരം ഉണ്ടായിട്ടുണ്ട്. നീ ഇങ്ങനെ ആയി. അതായത് ഓരോ കലാകാരൻ്റെയും നാശത്തിലേക്ക് പോകുന്നത് മദ്യപാനമാണല്ലേ. മദ്യപാനം ഒരു ഘടകമാകുന്നില്ലേ? ഒരുപാട് വലിയ താരങ്ങളെ, മലയാളത്തിലെ സിനിമാ താരങ്ങളെ, നടന്മാരെ ജീവിതം പാതി വഴിയിൽ പോകേണ്ടി വന്നത് ഈ മദ്യപാനമല്ലേ? മദ്യപാനം മാത്രമല്ല, മദ്യത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരാളെ പ്രധാനമായിട്ടും അവൻ മദ്യപാനി എന്ന് ആക്ഷേപിക്കുകയല്ല. അവൻ മദ്യപാനിയായി തീരാൻ അവൻ്റെ ജനുസുകളിലോ അവൻ്റെ ജീവിത സാഹചര്യങ്ങളിലോ സഹിക്കാൻ കഴിയാത്ത ദുഃഖങ്ങളിലോ ആരോടും പറയാൻ കഴിയാത്ത നൊമ്പരങ്ങളൊക്കെ അയാളുണ്ടായിരിക്കും. സ്വപ്നങ്ങളൊരു വഴിയെ, മനുഷ്യൻ്റെ വിധി മറ്റൊരു വഴിയെ. പിന്നെ ഒരു താരം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനുള്ള ചുറ്റുവട്ടം. ഇപ്പോൾ ജോസഫ് വിൽസ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പം നമ്മുടെ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയിൽ എന്നെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ ഒരുപാട് വിഷം പുരട്ടിയതും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ നോക്ക്, ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ അതാ എന്നെ നോക്ക്, മോനെ എന്നൊക്കെ. ഇതൊക്കെ എനിക്കറിയാം, ഞാൻ കാണും. നീ എന്നെ കെട്ടിപ്പിടിക്കാൻ നിൻ്റെ കണ്ണിൽ ഞാൻ നോക്കും, ബാക്കിൽ നീ എന്നെ നോക്കി കെട്ടിപ്പിടിച്ചിട്ട് പറയുമ്പോൾ ഞാൻ നിൻ്റെ കണ്ണിൽ നോക്കും. അപ്പോൾ ഈ ബാക്കിൽ നിന്ന് എനിക്ക് പണി ചെയ്തതിന് എനിക്ക് കാണാൻ പറ്റും. ശത്രുവിൻ്റെ കണ്ണിലൂടെയും യഥാർത്ഥ ശത്രുവിനെ നമ്മൾ സംഘത്തിൽ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ സ്വയം ശീലിക്കുന്നേ, നമുക്ക് പ്രകൃതി പറഞ്ഞു തരുന്ന പാഠങ്ങളാണ്. ജോസഫ് വിൽസന്റെ മിമിക്രി തുടങ്ങുന്നത് പ്രകൃതിയിൽ നിന്നായിരുന്നു. അതെ, പ്രകൃതി ശബ്ദങ്ങളിൽ നിന്നായിരുന്നു. അതെ. പിന്നീട് അതിങ്ങനെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് മോഹൻലാലിൻ്റെ ശബ്ദം ഒരു സ്റ്റേജിൽ കേൾക്കുന്നത് ജോസഫ് വിൽസണിൽ നിന്നാണ്.
എൻ്റെ ഒരു 95-97 കാലഘട്ടമാണ്. അന്ന് തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അതെ, ഇന്നത്തെ മോഹൻലാൽ ചെയ്യും. പിന്നെ ഇപ്പോൾ ചാനലുകളല്ല. അന്ന് ഞാൻ എവിടെ മത്സരിക്കാൻ പോയാലും ഇപ്പം പ്രഗത്ഭന്മാരായ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കുന്നത്. അപ്പോൾ കൊല്ലത്രായിക്ക, കോട്ടയം നസീർ, സുരാജ്, ഇവരൊക്കെ എവിടെ ചെന്നാലും താരങ്ങളുടെ പെർഫെക്ഷനാണ്, 100% പെർഫെക്ഷനാണ് അവരെല്ലാം. അപ്പോൾ ഇവരുടെയൊക്കെ എങ്ങനെ അപ്പോൾ ആശയങ്ങളാണ് നമ്മളെ മാറ്റിമറിച്ചിട്ടുള്ളത്. നല്ല ആശയങ്ങളിലൂടെ, നല്ല അവതരണത്തിലൂടെ ഇത്തിരി കൊടുത്താൽ മതി. അതങ്ങ് ഈ സ്റ്റേജിൽ ജുറാസിക് പാർക്ക് സിനിമ വന്നതിന് ശേഷം ദിനോസറുകളൊക്കെ വന്നു തുടങ്ങി. ഭയങ്കര രസകര ആന, ദിനോസർ, ഇതൊക്കെ വേദിയിൽ അവതരിപ്പിച്ചു തുടങ്ങിയത് ജോസഫ് വിൽസൺ അല്ലേ? പിന്നെ നമുക്ക് ചെയ്യാൻ, ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ വൺമാൻ ഷോയിൽ ഞാൻ ഒറ്റയ്ക്ക് മോർഫിങ്ങിലൂടെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് അത് സ്റ്റേജിൽ പുറത്തുനിന്ന് ദിനോസറിനെ കൊണ്ടുവരുന്നുണ്ട്. കോട്ടയം കലാഭാവന പറഞ്ഞതിൽ, തൃശ്ശൂർ അവിടെ നമ്മുടെ ആലപ്പുഴ ഷാൻ ഇന്ത്യ ആലപ്പുഴ, അതൊക്കെ നമ്മളെ ഐഡിയകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി സ്റ്റേജിലൂടെ നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് കഴിയുന്ന നമ്മുടെ മാധ്യമങ്ങൾ. നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ കാക്കാരഞ്ഞു, ഇപ്പോൾ ഒരണ്ണൻ, ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് ഇവിടെ ചെയ്യാം, ഒരാവശ്യം സഹായം വേണ്ട. പക്ഷെ ഒരു തിയേറ്ററിൽ ഒരു വലിയ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ സ്റ്റേജിൽ അത് അവതരിപ്പിക്കാനുള്ള സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കിയതും ചെയ്യുക. അപ്പോൾ നമ്മളൊരാൾ കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശനിൽ ഈ അഭിമുഖത്തിൽ യുവദർശനൊക്കെ ചെയ്യുന്നത് ഈ തകിലിൻ്റെ ശബ്ദം, തകില്, അത് പശുവിനൊക്കെ നമ്മൾ ഇടുവേ, അപ്പോൾ അതിനകത്തൊരു താളം തോന്നി. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ കമ്പാരിസൺ വരും. അത് പ്രതിഭ, അത് നമ്മുടെ അല്ല, ദൈവത്തിൻ്റെ ഞാൻ പറയുന്നത്. നമ്മളറിയാതെ ഉണ്ടാകുന്ന പ്രതിഭ, കൗണ്ടറാണ്, ശബ്ദം തമ്മിലുള്ള കൗണ്ടറാണ്. അതിപ്പം ഈ ഒരു സൗണ്ട്. അപ്പം അവിടെ പശുവിനെ കെട്ടാൻ പോകും മാമൻ, അപ്പം അത് കൊള്ളാൻ. ഇപ്പം എൻ്റെ മനസ്സിൽപ്പെട്ട അതിനകത്ത് തകിലടിക്കാൻ ഒരു താളബോധം മനസ്സിൽ വേണം. എനിക്ക് പാട്ടും പള്ളിയിലെ പാട്ടുമൊക്കെ എനിക്ക് കുട്ടിമാലിന് പാട്ടായിരുന്നു ആദ്യം. ഇപ്പോൾ താളമൊക്കെ പഠിക്കാൻ പറ്റിയില്ല, സാഹചര്യം കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഇത് ഇപ്പോൾ താല മുക്ക് അന്ന് പിന്നെ അത് ശബ്ദം വരുത്തി, പിന്നെ അതിൻ്റെ മോഡുലേഷൻസ്, പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്സ്, താളക്രമം, താളം, പിന്നെ അത് നാദസ്വരം, ഇതിന് ചേരുന്ന നാദസ്വരം. കല്യാണത്തിനൊക്കെ പോലെ നമ്മുടെ നാട്ടിൻപുറത്ത് ഇന്നത്തെ പോലെ ഒന്നും ഇല്ലല്ലോ. ചെറിയ അന്ന് കല്യാണ വീട്ടിൽ മൈക്കേൽ ഹാൺ വെച്ചാണ്. ഇന്ന് 9 മണി കഴിഞ്ഞാൽ അതും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ തകിലൊക്കെ വായിച്ചിട്ട് ഈ നാദസ്വരം ഇതങ്ങോട്ട് വായിക്കാമല്ലോ. അപ്പോൾ കറക്റ്റായി. ഇപ്പം താളം പിന്നെ പരിശീലനം എങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ പേജ് എഴുതുമ്പോഴും ഇവിടെ ശ്രദ്ധിക്കും. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴാണ് അങ്ങനെ. എൻ്റെ പഠിത്തം പോലും LLBക്കൊക്കെ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട പാഠങ്ങളൊക്കെ പകുതിയിൽ സ്റ്റേജിൻ്റെ ബാക്കിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവിടെ പരിപാടി ഐറ്റം കളിച്ചിട്ട് വന്നിരുന്ന് പഠിക്കുമായിരുന്നു.